വാമോസ് അർജന്റീന. നീ അർജന്റീന ഫാനാണോ പിങ്ങ? നീ പോർച്ചുഗലിന്റെ റൊണാൾഡോ ആയിരുന്നല്ല. അയ്യോ ഇതേതാ ഈ ബ്രിട്ടീഷിന്റെ രാജകുമാരി? മെസ്സി ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുക. കേരളക്കരയാകെ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട വാമോസിന്റെ വാമോസ് പൊറാട്ട. പിന്നെ തല്ല് പേടിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള രണ്ടെണ്ണങ്ങളാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. Good girl. Esme, good girl, Esme. Thank you. Such a lovely girl. How was the sleep last night? That was a good sleep, actually. Oh, കിളിയുടെ ശബ്ദം എന്താ കോഴിയുടെ പോലെ ഉണ്ടല്ലോ. അത് ഞാൻ അടിച്ചിട്ട് ഒരു ദിവസം രാവിലെ തുടങ്ങുള്ളൂ. അത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആ കൊടുക്ക്. എനിക്ക് രണ്ടെണ്ണം കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മുടി കുടുങ്ങിട്ടോ തലയല്ലേ? വലിച്ചെടുത്തപ്പോൾ നോക്കിയാൽ മുടിയിരിക്കണേ പടവെള്ളെങ്കിൽ ചെറുത് മുട്ടി മുളച്ച് പറഞ്ഞ പോലെ തലേൻ്റെ ഇപ്പം മുടി. മയിലിൻ്റെ കഴുത്തിൽ ഇതുപോലെ വരുന്നുണ്ട് ഇങ്ങനെ. ഏയ് ട്രംപ് ട്രംപ് ഏയ് കീലരി ഗോന്നു കേട്ടോ. കീലരി ഗോ. അല്ല മുടി കെട്ടാട്ടാ കൂട്ടരെ. നൈസായിട്ട് അമ്മ കെട്ടിയിട്ടുണ്ട്. നീ എങ്ങനെ എയറോടെ എങ്ങനെ കെട്ടി? ട്രംപിനെ എങ്ങനെയാ സെറ്റാക്കി? ട്രംപ് പോരാടുന്നു വാച്ച്. ആ എടാ സ്നാച്ച് ചെയ്യല്ലടാ. ഡോണ്ട് സ്നാച്ച്. ഇതേടാ എസ്മേ ഡോണ്ട് സ്നാച്ച്. യു നീഡ് ടു ആസ്ക്. സോറി മൈ ദാറ്റ്സ് എ ബിറ്റ് ഓഫ് എ മാനേഴ്സ് റൈറ്റ് ദി. നോ നോ പറ. നോ നോ. ആ കുട്ടിക്ക് അറിയാം കേട്ടാ. നിന്റെ നോ നിങ്ങളുടെ കാര്യമുണ്ട്. ആ എന്നാ 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 എസ്മേ. എന്നാൽ എസ്മയ്ക്ക് മുടി കെട്ടുന്നത് ഇഷ്ടമല്ല. അമ്മ അതിൻ്റെ കൂട്ടത്തിൽ മെടയാനും നിൽക്കണം. ഈ കുഞ്ഞു കുറുമ്പിനെ കൊണ്ട് ഞാനേ എന്നിട്ട് വല്ല പേടിയുണ്ടോ നോക്കിയേ അതിനെ. പിന്നെ ഇവിടെ പലരും പിടിച്ചു വെച്ചിരിക്കുക. കാരണം ലേശം ഇരിക്കുക ഇറങ്ങുന്നുണ്ട് കേട്ടോ കുട്ടിക്ക്. അതിനെ പോയിട്ട് തോണ്ടിന് തന്നെ പണി. അവിടെ ഇരിക്കുക. അവിടെ വേറെ സ്റ്റൈലൊക്കെ കെട്ടാൻ വിചാരിച്ചാന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സൈഡിലേക്ക് മാത്രമാക്കി വെച്ചു. എന്നാലും ദാറ്റ് ലുക്സ് നൈസ് ദോ. താങ്ക് യു താങ്ക് യു. നോ നോ അത്രേ. നമ്മുടെ നാട്ടിൽ മറ്റേ പി ടിയുടെ സമയത്തൊക്കെ പണ്ടത്തെ മാഷന്മാർ പി ടി മാഷന്മാർ ഇങ്ങനെ പറയാ സാറ്റ് യുവർ മാർക്ക് ഓൺ സേ മാർക്കിൽ ഇരുന്നിട്ട് ഓടണേ. അതാ എന്ത് എച്ചമൂന്ന് അറിയാം ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന്. വയസ്സൊന്നും കഴിഞ്ഞിട്ടില്ല. 3 2 1 ഗോ. സൊപ്പേ 3 2 1 ഗോ. അമ്മ ഒരു സോഫമ്മ കയറി നിൽക്കുക. വാട്ട് that looks cool though from here. You guys look cool. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്. നല്ല ലൈറ്റിംഗ് ആണ്. ഡാൻസ് കളിച്ചേ. ഏടപ്പൊണ്ണ് ഏടപ്പൊണ്ണ് വേറെ അറിയൂ കട 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 റയാം ഹിറയാം ഹൗ ഡു യു ഡു. എസ്മെ പൊണ്ണ് വേറെ അറിയൂ ഹിറയാം ഹിറയാം ഹൗ ഡു യു ഡു. ഏടാ ബേബി വേടാ അറിയൂ കട 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 ഹൈ റയാം ഹിറയാം ഹൗ ഡു യു ഡു. എച്ചു ബേബി വേറെ അറിയൂ Here I am, how do you do? Thank you. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന സ്ഥലം മാറ്റിയിട്ടാ നമ്മളുള്ള കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മഞ്ഞ സോഫയിലെടുത്താൽ വെള്ളമില്ല ചേട്ടാ. ഏറമ്മ കഴിച്ചോ? 2 വായി കഴിച്ചിട്ടുള്ളൂ. ഇതേ നിനക്ക് സവ ക്രീം മിക്സ് ചെയ്തിട്ടുള്ളത് തന്നെ. ടി വി വയ്ക്കും വരുമ്പോഴേക്കും എസ്മേ അങ്ങനെയൊക്കെ ഉണ്ട്. എന്തുമേ പിടിച്ച് ഞെക്കിയിട്ട് എല്ലാ ദിവസവും മിസ്റ്റർ ബീനെ വയ്ക്കുന്നുണ്ട്. നീ കൊടുക്കുമ്പോൾ അവൾ കഴിക്കുന്നില്ലേ? അത് ഞാൻ കൊടുക്കണത്. അയ്യോ വേണ്ട തോക്കറേ. ഞാൻ കൊടുക്കുമ്പോൾ കുട്ടികൾ കുടിക്കുന്ന ആൾക്ക് തിന്നുന്നത് നാണം കിടത്തല്ലേ? അല്ല കമാൻ. ആ വാട്ട് ഹാപ്പൻ നൗ? പിന്നെ അവിടെ ക്യാമറ ഞങ്ങൾ എടുത്ത് വരുമ്പോഴേക്കും നീ എന്താ എടുക്കാത്ത? ആ ഗുഡ് ഗേൾ. ആ ഒന്ന് മെസ്സാക്കിയിട്ടൊക്കെ കൊടുക്കണം, എന്നാലേ കുട്ടികൾ തിന്നുള്ളൂ. ഞാൻ കഴിക്കല. നോക്ക് എച്ചമ്മ നോക്ക് കണ്ടാ. കണ്ടേ നീ കൊടുക്കുന്ന നേരത്തെ അങ്ങനെയായിരുന്നു. കീലരി. ആ എന്നാ ഗുഡ് ഗേൾ.
ആ കണ്ട ഇതൊക്കെ അതിനൊക്കെ നേക്കുണ്ട്, നീ കണ്ട, നീ ഇവിടെ നോക്കിയോ, പേടിച്ചിട്ട് തിന്നണേ നോക്ക്. തുപ്പിയ മതി, കൊടുത്താൽ മതി. ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഇന്ന് ഗുഡ് മോർണിംഗ് ലൈവ് കൊണിയടി വിത്ത് ടീം ബൂം ബാങ്, പ്രിങ്ങു, ഗോൾഡ, എയിൽവിഡ്, എയ്റ, എസ്മെ ആൻഡ് നവീൻ ജോബ്. Okay, Esme start. Yeah. ഗുഡ് മോർണിംഗ് ന്യൂസിലാൻഡ്. ഇന്ന് പ്രിങ്ങുവിന്റെ സജഷൻ ആയിരുന്നു ഗുഡ് മോർണിംഗ് ന്യൂസിലാൻഡ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഗുഡ് തിങ്കിങ്. പ്രിങ്ങു ഓൾവേസ് സപ്പോർട്ട് യുവർ കൺട്രി. പ്രിങ്ങു ഓൾവേസ് പ്രിങ്ങു കിവി കിവി കിവി. ബട്ട് പ്രിങ്ങുവിന്റെ മെയിൻ ഹെഡ് ഇന്ത്യൻ, റിയൽ ഇന്ത്യൻ ബ്ലഡ് ദാ ഓൺലി. പ്രിങ്ങു, how are you this morning? Are you ready to cook some curry? ഇന്നലത്തെ കറി തീർന്നില്ലല്ലോ. ഇന്നലത്തെ കറി ഇനി ഒരു പോർഷനുള്ളോ? ആണോ? ആ അതിനകത്ത് അധികം ചിക്കൻ. ഞാൻ കഴിക്കാന്ന്, പക്ഷെ ഇന്നലെ കഴിച്ചില്ലേ പ്രിങ്ങു? ഇല്ലേ? ഇന്നലെ അവള് 3 വർഷം കഴിഞ്ഞാ ബാക്കി ഞാൻ കഴിച്ചു. എപ്പോഴും കറി ഉണ്ടല്ല ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം. അപ്പൊ മോന് ആ താറാവ് കൃഷി നിർത്തുവോ? അതിന്റെ ഇടയ്ക്കൂടെ നോക്കണുണ്ടോ? താറാവ് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് താറാവ് കൃഷിയാ? നിങ്ങള് പറയും, ഞാൻ എല്ലാ ദിവസവും പറയണേ, ആൾക്കാർക്ക് ഒന്നാമതും അടുത്തു. ഞാൻ അയക്കാം. കണ്ണെടുത്തിട്ടില്ല. ഇങ്ങനെ നോക്കണേ. ഏതാ പാട്ട്? ഏതാ മറ്റേ ഫഹദില്ലേ? അല്ലടി ഫഹദ് ഇങ്ങനെ നോക്കണ പാട്ട് ഏതായിരുന്നു? അയ്യോ, ആ പാട്ട് ഞാൻ മറന്നുപോയി. എന്താ? ആ സിനിമയില് ഫഹദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു പാട്ടുണ്ടല്ലോ. മറന്നത്. നീ വരുന്നുണ്ടോ പ്രിങ്ങ? ഇല്ല, നീ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞാണ്. That's okay. You wait here now. You want to put my ചെരുപ്പ്? No. Yeah. Go. അതിവിടെ ചെരുപ്പിട്ടിട്ടില്ല വെച്ചിട്ട് എന്തൊരു കുഴപ്പമുണ്ടെന്ന് നീ പറയണേ. ഇത് നല്ല അടിപൊളി ക്ലീൻ സ്ഥലമാണ് ഇത്. ഡാഡയ്ക്ക് ചെരുപ്പ് ഇടാത്തതിൻ്റെ കാരണം ഡാഡയുടെ കാലം ചിൽ ബ്ലെയിനുള്ള കാരണമാണ്. നിനക്ക് ചിൽ ബ്ലെയിൻ ഉണ്ടോ? നിനക്ക് ഒരു ബ്ലെയിനും ഇല്ല. ഉള്ള ചില്ല് തന്നെ പോയിട്ടാണ് നണ്ടിരിക്കണേ. അപ്പോൾ ഡാഡയ്ക്ക് ഇനി ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഇനി നാളെ കാല് വീർത്ത് പറപ്പിളാവും കണ്ടോട്ടാ. അപ്പോൾ കുട്ടി എന്നെ കാലുമ്പോൾ മരുന്ന് പറ്റിയിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ പോവാ കേട്ടാ. ഇല്ലടാ എറുമോ നോക്ക് എന്തൊക്കെ ആട്ടങ്ങളാന്ന് നോക്ക്. അമ്മയ്ക്ക് ആ നേരം എന്നെ എടുത്താൽ പറ്റില്ലേ? അതിനേക്കാളും കനം കുറവ് ഞാനാ. കാറ് എപ്പോഴും തുറന്നിട്ടിരിക്കണേ. അമ്മേ, ആ ഉണ്ണിമാവനെ കാർ സീറ്റിൽ വെക്കടേ. ഉണ്ണിബാബ. അയ്യോ കെട്ട് ഉണ്ണിബാബ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പെണ്ണ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന. അതിന് ശേഷം ഇവിടെ ഇപ്പൊ കിലോമീറ്റർ ലിമിറ്റും സ്പീഡ് ലിമിറ്റും വാച്ച് ഔട്ട് ഫോർ പെഡസ്ട്രിയൻ എന്ന് വെച്ചു. സി ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് എൻകറേജ് പ്രിങ്ങു സ്റ്റാൻഡ് അപ്പ്. പ്രിങ്ങു ഇന്നലെ പറഞ്ഞു, പ്രിങ്ങു സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മറ്റേ എന്താ സിനിമയുടെ ഇടയിൽ വെച്ചിട്ട് ഏതൊരു ചെറുക്കനാ മറ്റേ പിന്നെന്ന് അവളെന്നെ ചീത്ത വിളിച്ചെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവളതിന് അങ്ങടെ അറ്റൻഷൻ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഇതുപോലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ടും ഇവളനെ ഏതൊരു ചെറുക്കൻ ഒരു കോർണറിൽ വെച്ചിട്ട് ഹലോ എന്ന് ചോദിച്ചു. ഞാൻ പ്രിങ്ങുവിൻ്റെ അടുത്ത് പറഞ്ഞത് ചെറുക്കന്മാർ നിന്നോട് ഹലോ ഹലോ എന്നൊക്കെ പറ. എന്താ പറഞ്ഞേ? ഹോയ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതാ പറഞ്ഞ സി എ മാൻ അങ്ങനെ ചുമ്മാ കുട്ടികൾ ദേ ഓൾ ഡു പ്രിങ്ങ വെൻ ദേ ഡു ദാറ്റ് ബെസ്റ്റ് തിങ് നിനക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ അഥവാ ആണെങ്കിൽ അപ്പൊ ആണെങ്കിൽ തന്നെ നീ തിരിഞ്ഞു നിന്നിട്ടുണ്ടല്ലോ, ഒരു ഗേള് അല്ലെങ്കിൽ ഒരു വുമൺ തിരിഞ്ഞു നിന്നിട്ട് എന്താ എന്ന് ചോദിച്ചാൽ ബോയ്സ് ഡ്രോപ്പ് their nuts there straight out, no doubt. പ്രിങ്ങ 99% boys they do this little bit of a bully stuff and the single word from your mouth or any girls in the mouth നിന്ന് ഒരു ബോയ് നന്നായി മാറും. ഡാഡിക്ക് എത്രയോ അനുഭവം ഉണ്ട്. ഈ 40ാമത്തെ വയസ്സിൽ അനുഭവം ഉണ്ട് എനിക്ക്. പിന്നെ ആവശ്യമില്ലാത്ത പെണ്ണുങ്ങളെ പോയിട്ട് കമന്റ് അടിച്ചിട്ട്
ഇത്ര ബെറ്റർ ആണല്ലോ ഒന്നും. ഞാൻ അന്ന് തന്നെ ബെറ്ററായി. അതിന് ശേഷം ഞാൻ ഒരു പെണ്ണിനോട് ഇന്നേ ഒരു കമന്റ് അടിച്ചിട്ടില്ല. മാമിയോടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും പറയാം. അത് ഞാൻ മാമിയോട് ചോദിക്കും, മാമി ഞാൻ കമന്റ് അടിക്കാൻ പോകട്ടെ, ഞാൻ ഇപ്പൊ കമന്റ് അടിച്ചു. അത്ര പേടി എനിക്ക്. ഓ മൈ ഗോഷ്. You know, sometimes we need to be careful from our mouth. Even I'm scared to say something to my own wife. മൈഫോ? My life and wife together, wife. നല്ല കാര്യം. ഇടയ്ക്ക് ഒരു പേടിക്കുള്ളത് നല്ലതാണ്. ഇടയ്ക്കല്ല, എനിക്ക് ആക്ച്വലി നല്ല പേടിയുണ്ട്. എങ്ങടാ? അല്ല ഞാൻ പേഴ്സ് എടുത്തില്ല, കാശുണ്ട് എൻ്റെ അല്ലേ? Okay then, shout me a coffee then, honey. ഇങ്ങനെ വീണ്ടും ചെരുപ്പില്ല. നിനക്ക് അവിടുത്തെ ചോക്ലേറ്റ് വേണ്ട, ഇത് വേണ്ട, കാപ്പി വേണ്ട, ഒരു സാധനം വേണ്ട, പിന്നെന്തിനാണ് നിന്റെ പ്രശ്നം? Yeah, it's New Zealand, Prunga. New Zealand, you can go to places however you want. As long as you wear a cloth, that's more than enough. That's the beauty of New Zealand, honest. Yeah, ഞാൻ എത്രയോ സ്ഥലത്തേക്ക് പോയേക്കണു. മാത്രല്ല എന്നെ അങ്ങനെ കാണുമ്പോൾ തന്നെ അവർ വണങ്ങും. അറിയോ? ദാറ്റ് റെസ്പെക്ട് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, നീ വാ. See, life is all about wonders, Prunga. You need to explore that. Remember. അയ്യോ, ഇതേതാ ഈ ബ്രിട്ടീഷിന്റെ രാജകുമാരി? ആ, ഏത്തായി വിളിച്ചിട്ടുണ്ടെന്നുള്ളു. ഇതിന്റെ മുഖത്ത് ഏത്തായി ഒന്നുമില്ല. നീ ആ ചേച്ചിനെ ഇടിച്ച് മറിച്ചിട്ടായിരുന്നു പണ്ടരടക്കാനായിട്ട്. ഓക്കെ, യു വാച്ച് ഇട്ടാ. ഇവിടെ നിന്ന് നമുക്കൊന്നും മേടിക്കാൻ പാടില്ല. ഇതെല്ലാം ഭയങ്കര അൺഹെൽത്തി ആണ്. ഓക്കെ, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇത്, ക്രോനട്ട്. നോ, ഞാൻ ഒന്നും മേടിക്കണില്ല, നമുക്ക് കോപ്പി മാത്രമേ ഉള്ളൂ. കോപ്പി, നാളത്തെ സ്കോൺ, ബനാന ബ്രെഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബനാന ബ്രെഡ്. ഏതാ? ഡാനിഷ് പേസ്ട്രിയാ. പിന്നെ ഇവിടെ മഫിൻസ് ഉണ്ട്. ഓ, അതേ ആപ്പിൾ പൈ ഉണ്ട് കേട്ടോ. ഗോൾഡ് ഇതാണ് ചിന്നു പ്രിങ്ങ് കഴിഞ്ഞ ദിവസം മേടിച്ചത്. എന്താ വിക്കോ ഇത് നല്ല ഉണ്ടാ. എഗ് ആൻഡ് ബേക്കൺ ഉണ്ട്. ഇത് കഴിക്കും പ്രിങ്ങ. സീ, നൈസ് വേണം. ഇത് ഗോൾഡൻ നിന്റെ ഫേവറേറ്റ് ഉണ്ട് ഇവിടെ, പേഗല്. No cronut, nothing for you, honey. We have 2 donuts sitting at home. Yeah. ഞാനിന്ന് മരിക്കും കാലിൻ്റെ കൂടെ. ഏത് കാലിൻ്റെ കൂടെ പൃഗ മരിക്കുന്നത്? പൃഗു, യു ആർ ഹിലാരിയസ് പൃഗ. ആ, കാലിൻ്റെ കൂടെ എന്നാ പറഞ്ഞേ, പക്ഷെ പറഞ്ഞു വന്നപ്പോ കാലിൻ്റെ കൂടെ എന്നാ കേട്ടെ. തണുപ്പ് കാരണം മരിക്കും എന്നൊക്കെ എവിടെ നിന്ന് പഠിക്കണേ? താര് പിടിപ്പിച്ചു കൊടുത്ത? ഞാൻ അങ്ങനെ പറയാറില്ലേ. വീട്ടിൽ അരമണിക്കൂർ കുടിക്കാം. ആ ഉള്ളി, I got a surprise for you. Not today. You will see. ഇത് നിനക്ക് ഒരു സൂപ്പർ സർപ്രൈസ് ആയിരിക്കും. ഇതെല്ലാം ഡാഡ തരുന്ന ഇറച്ചി ലിവറൊക്കെ നിനക്ക് സർപ്രൈസ് ആയിരിക്കും. ടേക്ക് മൈ വേർഡ്. വൺ ഡേ യു വിൽ റിയലൈസ്. ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് ആക്ച്വലി ഹൈദരാബാദി മുഗളായി സ്റ്റൈൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. സ്റ്റൈൽ അത് തന്നെ, പക്ഷെ നമ്മൾ അത്ര വൈറ്റ് കറി അല്ല ഉണ്ടാക്കണേ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മട്ടൺ ബ്രൗൺ കറി. ഇപ്പം എന്താ ചെയ്യണത്? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതല്ലേ ഇത്. പിന്നെന്നിട്ടാ? ആ, അത് ഒരെണ്ണായിരുന്നു, ഇത് 3 എണ്ണം. പ്രിങ്ങ, നീ ഇന്ന് ഫുള്ള് കറി നോക്കിയാൽ മതി. നീ പക്ഷെ എനിക്ക് ലാമ്പ് കട്ട് ചെയ്ത് തരണം കേട്ടാ. പക്ഷെ ഇന്ന് ലാമ്പ് സിയർ ചെയ്യാനുണ്ട്. സിയറിങ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ നമുക്ക്. ഓക്കെ? ഓ, മുട്ട അതിന്റെ മുകളിൽ വെക്കുക. സലീംകുമാർ പറഞ്ഞ പോലെ ഗോൾഡ, ഇവര് സാധാ ഭക്ഷണങ്ങളും ഇതൊന്നും കഴിക്കില്ല. ഇതിങ്ങനെ ചാടി തിരിഞ്ഞ്. ഇനി ഇത് ഇങ്ങനെ ആക്കണേ. ഇത് നിനക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് എടുക്കാനല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ഇളക്കല്ല, അങ്ങനെ തന്നെ വെക്കേ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ലായിരുന്നു. ആ,
ഇപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങി. That's the best thing. You eat breakfast. Either way ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിന് ഗോൾഡിക്ക് ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് തന്നെ ഹോർമോൺ ചേഞ്ച് ആയിട്ട് സ്വീറ്റ്സ് കഴിക്കും. നാളെ മറ്റന്നാളും 3 ദിവസം ഇല്ല മോനാണ് എന്നെ നാളെ അപ്പൊ ഞാൻ ഞാൻ കഴിക്കില്ല. ഉറപ്പ്. മോനാണ് എന്നെ ടെംപ്റ്റ് ചെയ്യിപ്പിച്ച് ഓരോന്ന്. ഞാൻ നിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുന്ന കാര്യം ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ത് നോ ഞാൻ ചെയ്യുന്നുണ്ട്. നോ മോൻ ഇവിടെ നീ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുള്ളൂ. 1-2 ദിവസം ചെയ്യുള്ളൂ പ്രോപ്പർലി. ബാക്കിയുള്ള ദിവസം ഈ പിള്ളേര് ഇവിടെ ഇരുന്ന് കരയും, ഇവിടെ ബഹളം, അത് ഇത്. അപ്പൊ ഞാൻ സമാധാനം. ഗോൾഡ് സമാധാനത്തിന് നമ്മൾ കാട്ടിലല്ല ഇപ്പൊ ജീവിക്കണേ. നമുക്ക് ലൈഫ് ത്രെട്ടനിങ് മാത്രല്ല വിഷയം, കോംപ്ലക്സ് ലൈഫാണ്. വർക്ക് എൻവയോൺമെന്റ് ഉണ്ട്, സ്ട്രെസ്ഡ് എൻവയോൺമെന്റ് ആണ്, ക്ലസ്റ്റർ ഒരു പണി നടക്കാതെ മോന്റെ തലയിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ മോനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. അല്ലാന്ന്. അപ്പൊ അങ്ങനെയുള്ള വേൾഡിൽ നീ സമാധാനം കണ്ടെത്തണം. ഞാൻ പറയണേ, നിനക്ക് എല്ലാ ശാന്തതയും കിട്ടിക്കൊണ്ട് അടുത്ത 5 വർഷം പ്രത്യേകിച്ച് കുട്ടികളുടെ സമയത്ത് കിട്ടൂല. നീ എന്നെ നോക്ക്, നീ എന്നെ എടുക്കരുത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മോനെ ഞാൻ ശല്യപ്പെടുത്താം. മോനെല്ലാം നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് ഇപ്പൊ വിചാരിച്ചേ? ഇല്ല, നിങ്ങളുടെ പ്രസൻസ് തന്നെ ശല്യ. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഉള്ള ഇതില് നമ്മൾ സമാധാനം കണ്ടെത്തണം. ഗോൾഡ് എന്റെ മുട്ട ഞാൻ എന്റെ മുട്ട മറ്റേ വാട്ടിയ പോലെ ആക്കിയത് പോയല്ലോ. അതിപ്പോ കട്ട് ചെയ്യണ്ട, തണുത്തിട്ട് കട്ട് ചെയ്യാം. അതൊന്നും പറ്റില്ല, ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ഒന്നുമില്ല. എന്നിട്ട് എങ്ങനെ നീ എന്നെ കല്യാണം കഴിച്ചു? ശരിയാണ് അമ്മേ. എടി മാറിയേ, നിനക്ക് എന്തിട്ട് വേണ്ടേ? വിട്, നിനക്ക് തിരിച്ചാ പോരെ. സോ യൂസ് യുവർ ബ്ലഡി ബ്രെയിൻ ഇഫ് യു ഹാവ് വൺ. ഇങ്ങനെ ആക്ക്. ഇപ്പൊ അവിടെ എത്തിയ ഇനി വിട്ടേ, തിരിച്ചാ ഇങ്ങോട്ട് തിരിച്ചാ. ഇതിന് ഒരാള് എന്ത് നശിപ്പിച്ചു? എവിടാ? നിനക്ക് അവിടെ പൊട്ടിനല്ലേ വേണ്ടേ? വെയിറ്റ് തണുക്കട്ടെ, അപ്പൊ സമാധാനം. നീ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് വന്നടാ. മുട്ടയ്ക്ക് തണുക്കുണ്ട്. ചൂട് മോൻ ആദ്യം കഴിക്കും, ഞാൻ വീഡിയോ എടുക്കാം. അപ്പൊ എനിക്ക് വേണം മുട്ട. അപ്പൊ നിന്റെ പോർഷൻ ഇല്ലാണ്ടാവൂല. അതൊക്കെ ആവും. ഞാൻ ഹസ്ബൻഡിന് വേണ്ടി സഹിച്ചിരിക്കണം. ഞാനൊരു ദുഷ്ടയായതുകൊണ്ടും ഇച്ചിരി നമുക്ക് സീസണിങ് ഉണ്ടായിരുന്നു ഉള്ളില്. മുട്ടയില് അല്ല, ചീസ് ഇടുക. എന്നിട്ട് ചീസിന്റെ മുകളിൽ ടാക്കോ മിക്സ് പോലത്തെ സീസണിങ് ഇടുക. എന്നിട്ട് മുട്ട കമത്തുക. Some Instagram cooks are really good. Pinga, come and taste it. Nice. അവൾക്ക് വേണ്ടെന്ന്. This is so good. എനിക്ക് വേറെ പുഴുങ്ങി തരുമോ? Yes, I can പുഴുങ്ങൻ one for you. നാളെ മുതൽ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കി തന്നാൽ മതിയോ നിനക്ക്? അല്ല, ഞാൻ അത് നാളെ മുതൽ ഇത് ഉണ്ടാക്കി തന്നാൽ മതി വെച്ചപ്പോൾ ഇത് മോനുണ്ടാക്കിയെന്ന് അവർക്ക് കാണാൻ പറ്റിയില്ലേ? ഉപ്പൂടെ വേണം അല്ലേ? എല്ലാവരും സീസണിങ് ആവശ്യമുണ്ട്. കിസ് മീ. യെസ്, സീ ഓൾവേസ്. തുപ്പല്ലേ, പല്ലിട്ടില്ല. ഞാൻ ഏറെയൊക്കെ തുപ്പണ ആൾക്കാരാ. ഞങ്ങളെ കുടുംബത്തോർക്കൊക്കെ തുപ്പൽ കമ്പനിയാണ്. ഓക്കെ, തുപ്പൽ കമ്പനി, തീപ്പെട്ടി കമ്പനി എന്നൊക്കെ വേണം പോലെ. ഇനിയിപ്പോൾ എന്നിട്ട് അടുത്ത പ്ലാൻ? പോവാ. നീ മറ്റേ GLP-1 ഒരെണ്ണം കുത്തിക്കയറ്റേ? വേണ്ട, വായ്. സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും, പേടിയാ. നീ ഇപ്പൊ നിന്റെ സൈഡിൽ നിന്നിട്ടുള്ള ഒരു എഫക്ട് നിനക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല വെച്ചെങ്കിൽ ഒരു മരുന്നിന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലെ ഛർദ്ദിക്കാൻ വരും, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. എൻ്റെ പൊന്നു കുഞ്ഞ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്നാമത് നിന്റെ ശരീരം കുറച്ച് തടിച്ചിരിക്കുന്ന ശരീരമായിരിക്കും. ദാറ്റ് ഇസ് ഓക്കെ. ആസ് ലോങ് ആസ് യു ഈറ്റ് ഹെൽത്തി, യുവർ ബ്ലഡ്സ് ഹെൽത്തി, യു മൂവിങ്, യു ഫങ്ഷനിങ് ഗുഡ്, then you fine. Don't worry about it. And I like a little bit of curves, you know. So don't worry. Now go work. Let me finish cooking. Come on, Priyanka. Vamos, Argentina. നീ അർജന്റീന ഫാനാണോ പിങ്ങ? നീ പോർച്ചുഗലിന്റെ റൊണാൾഡോ ആയിരുന്നല്ല. എന്ത് ചീഞ്ഞ ഡയലോഗാ നോക്കിയിട്ട് നിന്ന് നിപ്പിൽ നീ ആൾക്കാരെ മാറ്റിയല്ലോ. Tell me the truth. It's a Messi or Messi. Messi. All these years നീ റൊണാൾഡോ ആയിരുന്നല്ലോ. TV ഒക്കെ കണ്ടിട്ട് ഇപ്പൊ റൊണാൾഡോനെ ഒഴിവാക്കിയ. He just got old. He's one of the good players, you know.
അവളെ ഒഴിവാക്കിയതല്ല, കിരൺ ഉണ്ടായിരുന്നപ്പോ കിരൺ ആ CR7 ആ അതുകൊണ്ട് അവള് റൊണാൾഡോയുടെ ഫാനായത്. എന്നിട്ട് ഇപ്പൊ മെസ്സി ചെയ്യാ നിന്നിപ്പില്ല ആൾക്കാര് നിങ്ങളൊക്കെ എന്ത് ഫാൻസ് ആടോ. ഓക്കെ വി കട്ട് ദ മീറ്റ് നൗ. ഇന്ന് ജസ്റ്റ് ടീമിലോട്ട് മാറി. ഇപ്പൊ ബിബിന്റെ ടീമിലേക്ക് മാറി. അതെ ശരിയാ. ഓക്കെ So do I cut from the middle again? ഇതിനെ നമുക്ക് ബോണുള്ള പീസും ഉണ്ട്. ഇത് കണ്ടോ, ഇത് ബോണുള്ള പീസാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്തോ. എപ്പോഴും ഈ മീറ്റ് എപ്പോഴും ഹോൾഡ് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തേ. ദസ് ദ വൺ. മേക്ക് ഷുവർ യു പ്രോപ്പർലി കട്ട്. ടു ബിഗ് ആണ്. ബ്യൂട്ടിഫുൾ. It's a bit of a skill right there, mate. മെസ്സി ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുക. I mean, I kind of do stuff like Ronaldo. Ronaldo, yeah. But I always change it. It's alright, you can change, that's fine. You just look for the players, not for their, character or anything. You just watch the game. Once the game is over, everything is over. Fanism is not a good thing, Pringa. What's that? Fanism, like, I just support only Ronaldo, I just support only Messi. That's not a good stuff, I don't do that. Yeah, okay, that's good. Do you need this part? അതിന്റെ ബോണിനോട് ചേർത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അത് മാത്രമാണ് So ശ്രദ്ധിക്കേണ്ടത്. just cut this off. അങ്ങനെ അതും പകുതിയാക്ക്, ഹാഫാക്ക്. എന്നാവാം. ഇനി അതിന് അവിടെ എത്തുമ്പോൾ നോക്കി ട്രൈ ചെയ്ത് നോക്കി കട്ടാവുണ്ടോ നോക്കിയേ. Give it a go. There is a bone there. In that case, either you can put the whole piece like that, അതല്ലെങ്കിൽ ഇതിന്ന് ബോണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. So you feel the bone here. Now start placing the knife ഇവിടെ towards. അപ്പോൾ ഇവിടെ പിടിക്കണം ഇങ്ങനെ, കാരണം ഓൾറെഡി നൈഫ് പാസ്സായില്ലേ. ഇനി ബോണിനോട് ചേർന്നിട്ട് വേണം പോകാനായിട്ട്. ഇങ്ങോട്ടേക്ക് പതുക്കെ അങ്ങനെ. ബോണിന് ചേർന്നില്ല. ഇനി താഴത്തേക്ക് എത്തുമ്പോൾ താഴത്തേക്ക് എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് ഫോളോ ദ ബോൺ. Follow the bone. No, follow the bone. Ingateki. Like a slice it back. Follow the bone like that. For that you need a smaller knife. No, you need to keep it as it is. Still a little more. Now ഈ പീസിനെ രണ്ട് കട്ട് ഇതാക്കണം. Beauty. See? And this bone, if you look into it, you can still get a little bit of a meat in the bone. പക്ഷേ ഇതായിലിരുന്നോട്ടെ. സോ സ്റ്റോക്കൊന്നും ഉണ്ടാക്കണ്ട. ഇതിൽ തന്നെ ഇരുന്നിട്ട് വേകുമ്പോൾ ഈ ബോണിൻ്റെ മജ്ജയും ഇതെല്ലാം കൂടെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കടിച്ചെടുക്കാൻ പറ്റും ഈ മീറ്റ്. ഓക്കെ. സോ ഇന്ന് കറിയുടെ ഈ ഭാഗമാണ് കേട്ടോ. മറ്റേ അവിടെ ഫുൾ വീഡിയോ ആയിട്ടാണ് ചെയ്യണേ. ഓക്കെ. നിലത്ത് പോയ പീസ് എടുത്തിട്ടോ. വേവണ കാരണം കുഴപ്പമില്ല. ഓൾ ഗെറ്റ് കുക്ക്ഡ്. സോ ദ ബാക്ടീരിയ ഡൈസ്. No, again നീ തെറ്റിച്ചു. Remember, you need to go this way first. എന്നിട്ട് അവിടെ പോർക്ക് കട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ? And then do it again. You can do it. Otherwise, there is a fat in between, so that's okay. That's the one. So എപ്പോഴും ലോങ് കട്ടിന് ഡൈസ് ചെയ്യുമ്പോൾ ലോങ് സൈഡ് കട്ട് ചെയ്തിട്ട് വേണം. താങ്ക് യു. ചേട്ടാ പ്രിങ്ങപ്പൻ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അവളെ കൊണ്ടാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഞാനൊരു പ്രോപ്പർ കുക്കിംഗ് വീഡിയോ ആയിട്ടൊരു 4 മിനിറ്റിൻ്റെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ചില പീസസ് ചെറുതായിട്ടുണ്ട്. അവളുടെ നൈഫ് സ്കിൽസ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ഉണ്ട്. ആൻഡ് താങ്ക് യു വാമോസ്. ബ്യൂട്ടിഫുള്ളിയോ. ഇതും മുടിക്കെട്ട് നിനക്ക് മാച്ച് ആവുന്നുണ്ട്. യു ലുക്ക് ലൈക്ക് എൻ അർജൻറ്റീനിയൻ ഫാൻ റൈദർ ദാൻ എ പോർച്ചുഗലി. ബട്ട് എനിവേ നൗ നമുക്കിതിനെ ബ്രൗൺ ചെയ്യണം. വെച്ചോ. ഗ്രാബ് മോർ. I'm trying to touch That looks beautiful. ഒരിക്കലും ഓവർലോഡ് ചെയ്യരുത് കേട്ടോ. You doing good. Nice brown color. ആമോസ് പെട്ടെന്ന് മെക്സിക്കനായാ. നീ വെയിറ്റ് ചെയ്യരുത്. വേഗം ഒരു സൈഡിൽ നിന്ന് അത് മാത്രം ക്ലോസർ ആയിട്ടുള്ള ചെയ്യേ. ഡോണ്ട് ഗോ. ഇതോടെ പിടിക്കറാ. ഇത് കൂടുതൽ നീ ടൈം എടുത്താലേ ഇത് ബേൺ ആവും. You need to be faster. Thank you ആമോസ്. Thank you for this nicely browned lamb. You did good. We did. ഇനി നമുക്ക് അടയ്ക്ക് അതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതിനെ കറിയാക്കി പേസ്റ്റ് ആക്കണം. സോ ദിസ് വൺ യു ജസ്റ്റ് വാച്ച് ഹൗ ആം ഐ ഡൂയിങ്. ഓക്കെ. ഇവിടെ ഉള്ളി അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല ബ്രൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലീസ് ഉണ്ട്. വി നോട്ട് ആഡിങ് എനി
tomatoes today, okay? And we pretty much make the same curry like yesterday. Only part we just use the browning to give nice flavor for the lamb. So we are using stock or water? Yeah, we can probably very little. നമ്മുടെ മട്ടൺ കറി ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിലേ ഞങ്ങൾ പോയിട്ട് ഒന്ന് ട്രെയിനിങ് ചെയ്തു, ഞാനും പ്രിങ്ങും കൂടിയിട്ട്. ഇന്ന് കുറച്ച് ഡെഡ് ലിഫ്റ്റ്, ഒരു 110 ഡെഡ് ലിഫ്റ്റ് അങ്ങ് ചെയ്തു. സോ ഇറ്റ്സ് എ ഗുഡ് വൺ. ആൻഡ് ആഫ്റ്റർ ദിസ് വി ഗോണ കുക്ക് ദിസ് റൊട്ടി, അല്ലെങ്കിൽ നമ്മുടെ ആലു പറാത്ത, ഈസി ആലു പറാത്ത. ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഓക്കെ, നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. റിച്ച് ക്രീമി കറി. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പഫി ആയിട്ട് വരും കേട്ടോ നമ്മുടെ ആലു പൊറാത്ത. ഓക്കെ, ഉള്ളിൽ ഒന്നും സ്റ്റഫ് ചെയ്യണ്ട. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഈസി ടു മേക്ക്, നൈസ് ബ്രൗൺ കളർ. ചീസ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഓവർ ബ്രൗൺ കളർ വരും. ദാറ്റ്സ് ഓക്കെ. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, എന്ത് അടിപൊളിയായിട്ട് പറഞ്ഞത് നോക്കിയേ. സോ കൂടുതൽ ഇതിലുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ, റേദർ ദാൻ മൈദ. സോ ഒന്ന് വേവിക്കുന്ന സമയത്ത് എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വി ഡൺ ഇൻട്രസ്റ്റഡ് ഫോർ ദ ഡേ. അതാ ബ്യൂട്ടിഫുൾ. ഇതേ അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് കിട്ടാ. പിന്നെ നിങ്ങൾ മിക്കവാറും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ കുക്കിംഗ് വീഡിയോ കാണുന്നതാണ് എൻ്റെ ഇത്. പക്ഷെ മസ്റ്റ് ട്രൈ. വാമോസ് പറഞ്ഞു ഇനി രക്ഷയില്ല, മസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ഈ പൊറോട്ടയാണ് ഐക്കോണിക് പൊറോട്ട. കേരളക്കരയാകെ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട വാമോസിന്റെ വാമോസ് പൊറോട്ട. വാമോസ്, നിങ്ങളിത് കാണുക. നിങ്ങളുടെ പൊറോട്ട ബൂംബെങ് വാമോസ്. മെസ്സി 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 വാമോസ്. So must try. If I say must, you also try it. Probably because I made it, that's why. So you learn how to cut meat today. Yesterday you did chicken, bloody good one there. ഈ പൊറോട്ട നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം, കാരണം അത്രയും സോഫ്റ്റ് ആൻഡ് ലവ്ലി. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ കറിയാണോ വേണ്ടേ? നീ ചിക്കൻ കറി എടുത്ത് കഴിക്കാൻ பார்த்தത്. ഓക്കെ, സൂപ്പർ ലഞ്ചായിരുന്നു കേട്ടോ ഇന്നത്തെ. ഇന്ന് 3 വീഡിയോ എടുത്തേ. ഞാൻ എല്ലാ വീഡിയോയും സെപ്പറേറ്റ് ആക്കാൻ പോവാം. കുക്കിംഗ് വീഡിയോസിന് വ്യൂസ് കുറവായതുകൊണ്ടാണ്. മാത്രമല്ല യൂട്യൂബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ അൽഗോരിതം മാറ്റിക്കളഞ്ഞു. സോ കുക്കിംഗ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് കാണുകയും ചെയ്യാം. അപ്പം ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് കാണാം. കുറേ ലഞ്ച് കഴിഞ്ഞിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാമെന്ന് ഞാൻ അവരോട് പറഞ്ഞതാ. പിന്നെ തല്ലി തന്നെയായിരുന്നു. ഇപ്പോൾ പണ്ടായിരം ടവലെല്ലാം മാറ്റാൻ പോകണോ? നൈസ് കളേഴ്സ്. ഈവൻ ഐ ലൈക്ക് ദ കളർ ഓഫ് ദ ബെഡ്ഷീറ്റ് ഓൾസോ. ഇറ്റ്സ് എ ന്യൂ വൺ. ഐ ഗോട്ട് ന്യൂ ടവൽ ഫോർ മീ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഏത് ഇതെന്ത് ഇന്നെ പോതപ്പിച്ച് കെടുത്താണ് ഞങ്ങളെ ഇതിന്റെ ഫുള്ള്. കേട്ടാ, എല്ലാ പബ്ലിക് ഹോളിഡേ വെള്ളിയാഴ്ച, ശനിയാഴ്ചയുടെ വെള്ളിയാഴ്ച അല്ല, നാളെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയുടെ വ്യാഴാഴ്ച ഒക്കെ HM സിക്കാവും. അങ്ങനെ എല്ലാ ഹോളിഡേയുടെയും തലേ ദിവസം ലോങ് വീക്കെൻഡ് കിട്ടുന്ന പോലെ ഗോൾഡ് സിക്കടിക്കും കിട്ടും നിനക്ക് നിന്റെ ജോലി സ്ഥലത്ത്. ഞാൻ ഒന്ന് വസു വരുമ്പോൾ പറയും ഞാൻ നമ്മൾ ഫുള്ള് കളിയാന്ന്. എസ്മയ്ക്ക് ചെറിയ ടെമ്പറേച്ചർ ഉറങ്ങിയിട്ട് കാരണം എന്നാ പറയണേ അവര്. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. എന്തു ചേട്ടാ അച്ഛമ്മ ഓടയപ്പൻ ടു മച്ച് സ്ലീപ്പ്ഡ് ആണോ? എല്ലാം പിന്നെ ചോദിക്കുമ്പോൾ ആന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗുണുണ്ട് അല്ലേ? സത്യം എടുത്ത് വയ്ക്കട്ടെ. ഞാൻ അത് ശരിയാണല്ലോ, ഞാൻ നിന്നോട് മുണ്ടാടണല്ലോ, ഞാൻ വഴക്കാണല്ലോ. നിങ്ങളുടെ കൊണയടിക്കാരനെ 4 പെണ്ണുങ്ങളാ എന്നെ ചീത്ത വിളിക്കുന്നത്. ഇതാര് കസാര കൂടെ എങ്ങനെ നീക്കി ഇത്ര 400 റുപ്യ പൊട്ടിച്ചു. ഇന്നലെ ഞാൻ തൊപ്പി മേടിച്ചിട്ട് 400 റുപ്യ. എനിക്ക് സ്റ്റൈല് വേണ്ടേ പൂമ്പങ്ങല്ലേ? വീട്ടിലേക്കുള്ള കാര്യത്തിനാണ് പൈസ മുടക്കിയത്. അതിന് എത്രയോ നാൾ കൂടിയിട്ടാണ് ഷീറ്റ് നല്ലതായിട്ട്. ഞാൻ എന്താ കാട്ടിലുള്ളതന്നെ? ഞാൻ തലക്ക് മാത്രം നമ്മളെല്ലാവർക്കും കിടക്കാനുള്ള. എന്റെ തലക്ക് തൊപ്പി വയ്ക്കുമ്പോ സ്റ്റൈല് വരുമ്പോ കാശെങ്കിലും കിട്ടും. സ്റ്റൈലുണ്ട്. ആൾക്കാരെ നോക്കും സ്റ്റൈല്. പിന്നെ തൊപ്പി കച്ചവടം തുടങ്ങാൻ പറ്റും. നീ എന്താ വിചാരിച്ചേ? കണ്ടാ കുട്ടികൾക്ക് വരെ മനസ്സിലായി. നിനക്ക് മനസ്സിലായില്ല? വേണ്ട, ആദ്യം അത് ഉറക്കത്തിൽ നിന്ന് എന്റെ തന്നെയാണോ നോക്കിട്ട് കൊടുത്താ പോരെ നിനക്ക്? ചുമ്മാ അതിന് ഗൗരവം തുടങ്ങിയില്ലേ? നോ പെനഡോൾ. ഇനി പെനഡോൾ കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള ഇടിയിട്ടിട്ട് വേറെ ചികിത്സക്ക് അതെ. ഏറെ പിന്നെ
ഇല്ല ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല അവള്. മരുന്ന് കഴിക്കില്ല. എന്നിട്ട് അവൾക്ക് എന്താ തപ്പോത്തേക്കിരിയാ കൊടുക്കണ പേര്. ആ എൻ്റെ ഹാറ്റ് നല്ലല്ല ഗായ്സ്. ഗായ്സ് നോക്ക് പൊരി കൊടുത്താണ് കേട്ടാ. പൊരി കാണിക്കുന്ന പണി നോക്ക്. പുതിയ കളിയാ. ചെറുപ്പത്തിൽ അമ്മിക്കല്ല് അരക്കലായിരുന്നു പണിന്ന് തോന്നിട്ട്. പൊരി തിന്നണേക്കാളും കൂടുതൽ പുറത്തും പിന്നെ അരക്കിലും. ഓ നോക്ക് പെട്ടെന്ന് ഇളകി നോക്ക്. എനിക്ക് കിട്ടുന്ന അമ്മ വരുമ്പോട്ടാ ഇന്നെ തല്ല് പേടിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള 2 എണ്ണങ്ങളാണ്. എനിക്ക് വേണ്ട, അവിടെ ഇരുന്നാൽ മതി. നന്നായിട്ടുണ്ട്. കിട്ടിക്കാൻ മരുന്ന്. ആ കുറച്ചു കൂടി പതുക്കെ തുറക്ക്. അയ്യോ പ്ലേറ്റ് പൊട്ടിക്കുന്നു. സാക്കിർ ഹുസൈൻ തബലവാക്കിയിരിക്കുന്ന പോലെ ഇരിക്കുന്നേ. ഓ അതിനിടയിൽ ഒരെണ്ണം തിന്നുണ്ട്. മൂക്കി കൂടെയൊക്കെ പോണേ. വയ്യാത്ത ആളാട്ടാ. കുറച്ച് ഫ്ലൂ ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതെന്തത്? ഇത് വെളിച്ചപ്പാട് തുള്ളാൻ വന്നതാണോ പറയെടുക്കാനായിട്ട്? അരി വെതറിന് പൊരി എടുത്തിട്ട് മതിടാ. ഡാ ഈ അകം മുഴുവൻ കേടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് കിട്ടിക്കിട്ടാ. ലെറ്റ് ഹെർ ഈറ്റ് ഹെർ പോർഷൻ. അതാണ് ഡാഡ അവിടെ 2 ഭാഗത്ത് വെച്ചെന്നത്. അമ്മ ചേച്ചീനെ ഡാൻസ് പഠിപ്പിക്കണോന്ന്. ആ ശരി. ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ അപ്പം ഇങ്ങോട്ട് പോയേ. ഇരുമ്പിൻ്റെ പാത്രം വലുതും വെച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ കവടി പാത്രം ഇപ്പോൾ പൊട്ടും. മൂക്കൊണ്ടതിനോളെ മൂക്കിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടില്ല. എസ്മേ എന്തത് നോക്കിട്ടാ. ഒരാൾ ഇവിടുന്ന് വലിക്കൂട്ടാ. എന്നിട്ട് അവിടെ നിന്ന് തിന്നും. അപ്പോൾ അവിടെ നിന്ന് വലിച്ചിട്ട് തിന്നുട്ടാ. ആ നീ നോക്കിക്കോട്ടാ. ഇവിടുന്ന് ഒരു കഷ്ണം കഴിച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കൂട്ടാ. നോക്കിയോ. ആ അവിടെ അപ്പുറത്ത്. ആ അതാ. ആ നിങ്ങൾ കേട്ടി. ആ ഒരെണ്ണം തിന്നാൻ 10 എണ്ണം കളയുണ്ട്. ആ ഇങ്ങനെ കേട്ടി. അപ്പുറത്തുള്ളത് കാണുന്നില്ല ചേട്ടാ ഏറുമുട്ടയ്ക്ക്. നാടാ മാമ തരാം വാ. ചമ്മോ നമ്മ പ്രിങ്ങുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി ഡാൻസിൻ്റെ അവിടെ നിന്ന്. എന്താ ബഹളം. ബാ നാടാ മുട്ടമാമു തരാം. ബാ ബാ കം ബാസ്മേ. ഓ എന്നെ തിന്നില്ലാന്നേ ഉള്ളൂ. ആ വെയിറ്റ് ചെയ്യേ. ചൂടുണ്ട്. ഇനി അത് കുത്തി കയറ്റിയിട്ട് ആളെ തിന്ന് കളയും. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ജർമ്മൻ ഷെപ്പേർഡ് കുട്ടികൾ ഒരു 9 എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മ ഇറച്ചി കഷ്ണം വെട്ടാനായിട്ട് മുട്ടീരെ മുകളിലേക്ക് വയ്ക്കുമ്പോൾ 9 എണ്ണം കൂടി മുട്ടീരെ മുകളിലേക്ക് ചാടി കയറും. തരാം അപ്പോ അമ്മ ഐറ്റങ്ങളുടെ തല വെട്ടുന്ന എല്ലാ ദിവസവും പറയും. മാമാണോ പാർക്ക ആണാ ആണാ. ആ ആ ആ തരാം. ആ അങ്ങനെ ആക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ അവിടെ തരും. നൈസ് മാമാണാ. ഹംഗ്രി അയ്യാ ആണാ. നൈസാണാ ആണാ ആണാ. നൈസ് പോട്ട മാമോണാ ആണോ. അറിയാം. അച്ചുമുന്നെ അറിയാം. അതൊക്കെ അറിയാം കേട്ടാ. ഞങ്ങളുടെ അച്ചുമുന്നെ അറിയാം കേട്ടാ. അച്ചുമുന് വെള്ളം വേണം. ആ കുടിച്ചോ. ഇപ്പം നീ അത് വലിക്കണ്ട. നീ ആവശ്യത്തിന് കുടിച്ചാ അത് കഴിയട്ടെ. ഓ ടെൻഷനായി. അവിടെ ഉണ്ട് വേറെ ഉണ്ട്. അത് തരാ. ഇപ്പോഴാണ് ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. ഓ ബോളിലേക്ക് കൈ കാട്ടിയിട്ട് വേറെ എടുക്കാൻ. വയസ്സൊന്നും തേഞ്ഞിട്ടില്ല. എല്ലാ പണിയും പഠിക്കുന്നുണ്ട്. ടോടി അവൻ്റെ ഒരു മൊട്ടമാമ. ഇവൻ എനിക്ക് മൊട്ടമാമ തരും. മൊട്ടമാമ ഏഴ് മാമോ മുട്ടമാമോ. അവളവിടെ ഇരുന്നോട്ടെ. ആ ഉണ്ട്. സ്നേഹമുണ്ട്. നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട് ട്ടാ. ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹവതിയാണ് ഞങ്ങൾ. ഗുഡ് ഗേൾ അച്ചുമുട്ടേ. നല്ല ബേബി. ഇങ്ങോട്ട് കൈ വെച്ചപ്പോൾ അത് കരയും. അപ്പോൾ ഡാഡയുടെ കുരു പൊട്ടും. നല്ല മണം ഉണ്ടാവും. ഞാൻ കരിഞ്ഞ മണ. 1 മണിക്കൂർ. അപ്പം നീ അത്ര ലേറ്റ് ആവശ്യം വരണ്ടേ? എന്ത് ധൃതി കൊണ്ടത്. ഇന്ന് എല്ലാവർക്കും സ്പെഷ്യൽ മീലാട്ടാ. പ്രിങ്ങുവിന് അവിടെ ഇരുന്നിട്ട് മുട്ടമാമു വേണമെന്ന് പറഞ്ഞു. എനിക്ക് പോർക്കും കുറച്ച് ബീഫും കൂടിയിട്ടുള്ള ഈ ഡിന്നറ്. ജസ്റ്റ് നമ്മൾ ഇന്നലത്തെ ബാക്കിയുള്ള പോർക്കില്ല. ഓ ആ പോർക്ക് ഉടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. അവളുടെ പറയേ. നിനക്ക് നാളെ കൊണ്ടുപോകാനായിട്ട് ആ റൊട്ടി വേണോ? കൊണ്ടുപോകാൻ ചോറ് എടുത്താ? റൊട്ടി വേണ്ട. പിങ്ങ നിനക്ക് നാളെ കൊണ്ടുപോകാൻ കഴിക്കാൻ എങ്ങനെ റൊട്ടി വേണടാ? വേണ്ട. അയ്യോ ഞാൻ കഴിക്കേണ്ടി വരും ഇത്. ഈശ്വര ഭഗവാനെ, അച്ഛൻ നല്ലത് മാത്രം വരുത്തണേ. ഓക്കെ ഗായ്സ്, സോ ബ്യൂട്ടിഫുൾ. ഡേ അച്ഛൻ
ഏതാ നല്ല ദിവസമായിരുന്നു നിന്ന് എവിടെ അൺടിൽ ദ ലാസ്റ്റ് മൊമെന്റ് നിങ്ങൾ നോക്കണേ നല്ല ദിവസമായിരുന്നോ നല്ല ദിവസം അല്ലാത്ത പോലെ നിന്നെ മോങ്ങുന്നു മോനല്ലേ പറഞ്ഞ മോൻ അങ്ങനെ പറയുമ്പോ എന്തേലുമൊക്കെ You don't know how to act, so don't act. You don't know, you fail, completely fail. ഹലോ അടുത്തോളത്തി എല്ലാവരും പൂമ്പാങ്ങിന്റെ സമയം എത്തൂട്ടാ. That was another beautiful day ending up in New Zealand, Auckland and ഇന്ന് നമ്മുടെ മദ്യം ഷോപ്പിൽ ഇറങ്ങി എന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഇറ്റ്സ് ഇൻ ഹാമിൽട്ടൺ. ഫസ്റ്റ് ഒരു ഷോപ്പിൽ ട്രയൽ വെച്ചിട്ടുള്ളൂ. അടുത്ത ആഴ്ച മുതൽ ഷോപ്പിൽ കംപ്ലീറ്റ് ആവും. ഓക്കെ അപ്പോൾ വെരി ക്രാങ്കി ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാൻ വരയ്ക്കും. ബൈ ഫോർ നൗ. ബൈ ബൈ. I'm trying to do it as loud as I can. You did it. ചിത്രപുട്ടാടി എന്നാ വലിച്ചു കയറ്റി. എന്തുവാണ് അയ്യോ മോനെ 2 മുട്ട അതിനകത്ത് ഇടുവോ നീ നേരത്തെ ജോലിക്ക് പോകണം. കല്ലിലും മുഞ്ചിറുമ്പോ കോമാരിക്കുന്നത് ഞാൻ തൂങ്ങില്ല. നേരത്തെ വരുമോ? ഇല്ല. നല്ല ചീഞ്ഞ മൊന്ത പോകോ. താങ്ക് യു. എപ്പോഴും നിന്റെ മൊന്ത നല്ലതെന്നല്ല പാങ്ങാനൊക്കെ ചീഞ്ഞെന്ന് പറയാനല്ലേ അവരെന്നിട്ടില്ല. ഗോൾഡൻ്റെ കൃത്യമായ കുട്ടികളുടെ മുട്ട കൊടുക്കുന്ന കാരണം വീണ്ടും 2 മേടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ. ഇത് എനിക്ക് സന്തോഷം ഇത് ഉപയോഗിക്കാൻ. ഞാൻ അത് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അത് ആറ്റങ്ങൾ ആ സാധനം കൈകൊണ്ട് വലിച്ചിട്ട് തിന്നുമായിരുന്നു. അപ്പോൾ ആ കഴുത്തിലിട്ട സാധനം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വലിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലും അല്ല അപ്പോൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി തുടങ്ങിയാൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇത് എനിക്ക് ഇടാൻ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. നീ അങ്ങനെ ചിന്തിക്കരുത് കൊള്ളേ. ഈ ഉടുപ്പില്ലേ, ഈ ഉടുപ്പ് ഞാൻ ഇപ്പോൾ കാണിച്ചേട്ടെ നിനക്ക്. ഉടുപ്പെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആനക്കുട്ടി റോഡിലിരിക്കുന്നുണ്ടല്ലോ കൊള്ളേ. ഇതാരും മേടിച്ചതാ? ഇതിൻ്റെ പേരെന്താ, സ്നിച്ചോ അങ്ങനെ എന്തല്ലോ ഇത്? സ്നിച്ചല്ലേ ഇത്? പണ്ടൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഗൾഫിൽ നിന്ന്. അത് എയർകോണാണ്. അതിൻ്റെ തുമ്പത്തൊരു ബോളുണ്ടാവും ഇതുപോലെ എന്നിട്ട് ഇങ്ങനെ തിരിയും കണ്ടിട്ടുണ്ടോ നീ? ഒരു ആനക്കുട്ടി എന്തൊരു ഇഷ്ടമായിരുന്നു പറയാം ആനക്കുട്ടി വെച്ച് കളിക്കാനായിട്ട്. നിങ്ങൾ ആരെങ്കിലും ആനക്കുട്ടിയായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യില്ലോട്ടോ. ഓൾറെഡി പിന്നെ നേരെ ന്യൂസിലാൻഡിലേക്ക് വരാൻ പറ്റും. നിൻ്റെ പോലെ തന്നെയുണ്ട് ഈ സാധനങ്ങൾ. കണ്ട നിൻ്റെ ഉടുപ്പ് കണ്ട ഇത് പിടിച്ചേ. അതിൽ കുറച്ച് പച്ചയുടെ ടോൺ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. കണ്ട എൻ്റെ ലൈഫ് സ്കിൽസ്. നീ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കള്ള് ഇറങ്ങിയിട്ടുണ്ടെന്നല്ലേ കടയിൽ. നമുക്ക് ഒരെണ്ണം കടയിൽ പോയിട്ട് മേടിച്ചിട്ട് കുടിക്കാം. ഹാമിൽട്ടണിൽ. ഇന്ന് നീ വരുമ്പോഴേക്കും ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ്. പ്ലീസ് അങ്ങനെ നീ വരുമ്പോൾ ഞങ്ങൾ 4 കൂടെ കിടക്കാം. നീ ഇന്നലെ മേടിച്ചാ നീ 2 കൂടെ അടുത്ത് പിടിച്ചാൽ കണ്ട അതിൻ്റെ മൂക്ക് ഇതിൻ്റെ മൂക്കൊക്കെ സത്യത്തിൽ നല്ല ചായണ്ട്. അല്ലല്ല നിൻ്റെ അതെടി നല്ല മുടിയല്ലേ നിൻ്റെ? ഷാറുഖ് ഖാൻ്റെ പോലെ ഇരിക്കണേ. എന്നാലും 4 ഇല്ലേ? എൻ്റെ തലയിൽ ഒരു തരി മുടിയുണ്ടോ? കണ്ട എൻ്റെ തലയിൽ എന്തിട്ടുള്ളത്? വേറെ ആൾക്കാർ നോക്കുമ്പോൾ എൻ്റെ തല മുടിയില്ല മോനെ ഇവിടെ. അപ്പം അതല്ലേ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ നോക്കിയത് പോരെ? മതി. എനിക്ക് പരാതിയില്ല, മുടിയില്ല. അപ്പം അതല്ലേ പറഞ്ഞ വേറെ ആൾക്കാർ നോക്കുന്നതിനെ കുറിച്ച് പിന്നെ നിനക്ക് തന്നെ പരാതി. നിങ്ങൾക്ക് കാപ്പി വേണോ? മുട്ട വേണോ? എല്ലാം എടുക്കട്ടെ. അപ്പം അതല്ലേ പറഞ്ഞേക്കണ്ട. അപ്പം എൻ്റെ ഒരു ഉപയോഗം കണ്ട നിങ്ങൾ ഞാൻ ഓർമ്മ പെടുത്തില്ലേ? ഞാൻ വിചാരിച്ചു ജാക്കറ്റ് എടുത്ത്. ഓക്കെ നേരത്തെ വരുമോ? ഒരു 3 മണിക്ക് ആകുമ്പോഴേക്കും വരുമോ? ഓക്കെ സി യു ബൈ. അപ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങിയിട്ട് റെഡി ആയിട്ടിരിക്കാം.